കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് മന്ത്രി ശ്രീ ചിഞ്ചിറാണി പ്രസ്താവനയ്ക്ക് ശേഷം സൂംബ ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുന്നു. അത്ഭുതം തോന്നിപ്പോയി. സത്യത്തിൽ ഒരു വനിത, ഒരു മന്ത്രി സ്വന്തം സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു കുട്ടിയുടെ മരണത്തെ ഇത്ര ലാഘവത്തോടെ കാണുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഒരിക്കലും അത് ഒരു മന്ത്രിയുടെ അടുത്തുനിന്ന്, ഒരു ജനപ്രതിനിധിയുടെ അടുത്തുനിന്ന്, പ്രത്യേകിച്ച് ഒരു വനിതാ ജനപ്രതിനിധിയുടെ അടുത്തുനിന്ന്, ഒരു അമ്മ മനസ്സുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. ഒരു സാമൂഹ്യ കേരളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല. ഒരു സംശയവുമില്ല, അത് ഒരു മനുഷ്യത്വ രഹിതമായ ഒരു പ്രവൃത്തിയാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവന, മന്ത്രിയുടെ പ്രസ്താവന, അതും അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് യോജ്യമല്ല. ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം മാതൃകാപരമായിരുന്നില്ല എന്ന് സംശയിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ മന്ത്രിസഭയും എത്ര ലാഘവത്തോടെയാണ് ഓരോ മരണങ്ങളെയും കാണുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് വന്ന ബിന്ദുവിൻ്റെ മരണം, മറ്റേ കോട്ടയത്തെ മരണം, ആ മരണത്തിനും ഇതേ അനീതി ലാഘവ ബുദ്ധിയോടെയാണ് അന്ന് മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ നടപടിയെടുത്തതും അല്ലെങ്കിൽ അതിനെ പ്രതികരിച്ചത്. ഇത് നോക്കൂ, ഇത് സംസ്ഥാനത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുടെ ഒരു മുഖമുദ്രയായിരിക്കുന്നു. കേരളത്തിലെ ഇത്തരത്തിലുള്ള മരണം നേരത്തെ നമുക്കറിയാം, വന്യജീവികളിലുണ്ടായിരുന്ന മരണത്തെയും ലാഘവ ബുദ്ധിയോടെയാണ് കണ്ടിരുന്നത്. അവിടെ ഷോക്കേറ്റ് മരിച്ചതിൽ ഇവർ ലാഘവ ബുദ്ധിയോടെ കണ്ടത്. പാമ്പ് കടിയേറ്റ് മരിച്ചാൽ ഒരു ലാഘവ ബുദ്ധിയോടെയാണ് കാണുന്നത്. ചരിത്രത്തിൽ ഇതുവരെ ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത തരത്തിൽ സ്വന്തം ജനങ്ങളുടെ ജീവനെ തൃണവൽക്കരിക്കുന്ന നടപടിയും പ്രവൃത്തിയുമാണ് സംസ്ഥാനത്തെ ഓരോ മന്ത്രിമാരും, മുഖ്യമന്ത്രി അടക്കം ചെയ്യുന്നത് എന്നുള്ളതിൽ സംസ്ഥാനത്തെ ഓരോ ജനാധിപത്യ വിശ്വാസിയും ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്.